പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജനസിസ്, അത് ഉൽപ്പത്തി അധ്യായം 18 27 അബ്രാഹം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. അപ്പോൾ ഈ സോദോം ഗൊമോറ പ്രദേശങ്ങൾ പാപത്തിൽ മുങ്ങിയപ്പോൾ കർത്താവ് ആ പ്രദേശങ്ങളെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എബ്രഹാം അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം പറയുകയാണ്. അവിടെയുള്ള നീതിമാന്മാരെ നശിപ്പിക്കല്ലേ, മൊത്തം ജനതയെ നശിപ്പിക്കല്ലേ, നീതിമാന്മാരെ നശിപ്പിക്കല്ലേ. അവസാനം കർത്താവ് പറയുന്നു, അവിടെ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അപ്പം ഈ കർത്താവുമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ കഴിഞ്ഞപ്പോൾ അബ്രാഹം പറയുന്നു, ഞാൻ ആരാണ് കർത്താവിനോട് സംവാദിക്കാൻ? വെറുതെ പൊടിയും ചാരവുമായ മനുഷ്യൻ. തന്നെത്താൻ ശൂന്യനാക്കിയ ആബാപിതാവിനെ ഫോളോ ചെയ്യുന്ന നമ്മൾക്ക് എത്ര മഹത്തരമായ സന്ദേശമാണ്. വെറുതെ പൊടിയും ചാരവുമായ മനുഷ്യൻ. കഴിഞ്ഞ 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ബ്രദർ ഇൻ ലോയുടെ മരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയും മോർച്ചറിയും ഒക്കെ ആയിട്ടിങ്ങനെ നടക്കുന്ന ഇടയിൽ നമ്മളെ പെട്ടെന്ന് ചിന്തിപ്പിക്കുന്ന ഈ ചോദ്യം, ഹൂ ആർ യു? കേവലം 100 വയസ്സ് വരെ ജീവിച്ചാൽ 36,500 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നീ ആരാണ്? നീ പൊടിയിൽ നിന്ന് വന്നു, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു യാത്രികൻ. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും മേന്മ ആരും ഭാവിക്കേണ്ട. പക്ഷെ എന്തുകൊണ്ടോ സാത്താൻ ഇത് നമ്മളിൽ നിന്ന് മറയ്ക്കുന്നു. ഈ സത്യം നമ്മളിൽ നിന്ന് എപ്പോഴും സാത്താൻ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നു. സാത്താൻ നമുക്ക് ഒരു ചിന്തയൊക്കെ തരും, അനശ്വരനായ മനുഷ്യൻ, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എന്തും നേടാൻ സാധിക്കും, ദ ഇൻവിൻസിബിൾ മാൻ എന്നൊക്കെയുള്ള ചിന്തകൾ സാത്താൻ നമുക്കൊരു മറ ഈ സത്യത്തിൽ നിന്ന്. വെറുതെ പൊടിയും ചാരവുമായ മനുഷ്യരാണ് ഞാനും നിങ്ങളും. ആ ഒരു ചിന്ത ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലാണ്. അഹം വെടിയുക. യു ആർ നത്തിങ്. ഇൻ ദാറ്റ് നത്തിങ്നെസ്, when Jesus Christ comes in, when the Holy Spirit enters the nothingness, you become invincible. പരിശുദ്ധാരൂപി ഈ ഒന്നുമല്ലാത്ത ഈ അവസ്ഥയിലേക്ക് ആനയിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു. ഈ ബലഹീനനായ മനുഷ്യൻ, ഈ പൊടിയും ചാരവുമായ മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാരൂപി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ചിലപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ പരാജിതനായേക്കാം, പരാജിതനെന്ന് ലോകം മുദ്ര കുത്തിയേക്കാം.
ക്രിസ്തുവിനെ പോലും അങ്ങനെ തന്നെയാണ് ലോകം മുദ്ര കുത്തിയത്. നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. ഒന്നും മിണ്ടാതെ ക്രിസ്തു എല്ലാം കേട്ടുന്നു. അപ്പോൾ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ മാത്സര്യ ബുദ്ധിയും സ്വന്തം മേന്മയും വൻപു പറച്ചിലും ഒക്കെയാണ്, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം, എനിക്ക് ദൈവമൊന്നും വേണ്ട, ദൈവം കർത്താവെല്ലാം വെറുതെ മിഥ്യയാണ്, സങ്കല്പമാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ഇപ്പം ഞാനൊരു യങ്സ്റ്ററായിട്ട് ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ജീവിതത്തിൽ വലിയ ഒരു തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മറക്കുവാൻ വേണ്ടി അമിതമായ ഭക്ഷണം, ലൗകിക കാര്യങ്ങളിൽ മുഴുകൽ, അങ്ങനെ യാത്ര ചെയ്യൽ, അതെല്ലാം ഓക്കെ. പക്ഷെ ദൈവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മോനെ, യു സറണ്ടർ ടു ഗോഡ്, എൻട്രസ്റ്റ് യുവർ ലൈഫ് ടു ഗോഡ്. ദൈവം തീരുമാനിക്കട്ടെ. സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ്. അപ്പോൾ നിനക്ക് സമാധാനവും ശുഭാപ്തി വിശ്വാസവും, അതുപോലെ വളരെ വലിയ ആയാസപ്പെട്ട് ജീവിക്കാതെ ഉള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് കർത്താവിന് നമ്മളെ നയിക്കാനായിട്ട് നമ്മൾക്ക് കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അപ്പോൾ കർത്താവ് നമ്മളിൽ പരിശുദ്ധാരൂപിയെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുകയും നയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം കർത്താവ് നമുക്ക് നൽകും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വെറുതെ പൊടിയും ചാരവുമായ മനുഷ്യ, നീ അഹങ്കരിക്കുന്നതെന്തിന്? അപപിതാവേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞ് ഞങ്ങളുടെ അഹംഭാവത്തെയെല്ലാം നീക്കിക്കളഞ്ഞ് അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്.